ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു പച്ചപ്പയർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 250 ഗ്രാം പച്ചപ്പയർ ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ആവശ്യമായ ചേരുവകൾ ചേർക്കാം. ഒരു മീഡിയം സൈസ് സവോള, 3 ചെറിയ പച്ചമുളക് ഇതുകൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി വേണ്ടത് ആവശ്യത്തിന് ഉപ്പൂടെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടുവിടാം. പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ എളുപ്പത്തിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിന് തേങ്ങയാണ്. അപ്പോൾ നമുക്കൊരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയെടുക്കാം. നമുക്കിതൊന്ന് ചിലർ തോരന് വെച്ച് കഴിഞ്ഞിട്ട് അതിന് മുകളിലോട്ട് വഴറ്റിയിട്ടായിരിക്കും ഇടുന്നത്. ഞാനിപ്പോൾ ഇത് എല്ലാം കൂടെ ഒരുമിച്ച് ഒന്ന് ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം, മിക്സ് ചെയ്തെടുക്കാം നമുക്ക് നല്ലപോലെ. ഓക്കെ, നമുക്കിനി ഇത് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഇടാം. തേങ്ങ ഇച്ചിരിയും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തേങ്ങ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. ഞാൻ കുറച്ചുകൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പാനിലേക്ക് 1 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിക്കുന്നവർക്ക് പൊട്ടിക്കാം. അതിനകത്തേക്ക് ഞാൻ പയറിടുന്നുണ്ട്. ഓക്കെ, നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ചെറിയ സിമ്മിലൊന്ന് അടച്ചു വെച്ച് വേവിക്കാമേ. നമുക്കൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു 10 സെക്കൻഡ് സിമ്മിൽ നമുക്ക് 10 സെക്കൻഡില്ല 10 മിനിറ്റ് സിമ്മിൽ നമുക്ക് ഇത് വെച്ച് ഒരു സൈഡ് വേദന വരെ വയ്ക്കുക. തുറന്ന് നോക്കാം. ഓക്കെ, ആവി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ച് ഇട്ട് കൊടുക്കാമേ. പിന്നെ നമുക്ക് ഇങ്ങനെ തന്നെ വെക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ്സ് കൂടെ സിമ്മിൽ അടച്ചു വയ്ക്കാം. ഇതൊന്ന് തുറന്ന് നോക്കാം. ഓക്കെ, ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ തോരൻ ഇവിടെ. ഓക്കെ, നമുക്കൊന്ന് ഇതൊന്ന് ഇളക്കി ഒന്നുകൂടെ എടുക്കാം. ഉപ്പ് ഇപ്പോൾ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉപ്പ് നോക്കിയപ്പം ഉപ്പ് കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ രുചികരമായ പയർ തോരൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഓക്കെ, പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ ചെയ്യാൻ പറ്റുന്ന അതിരുചികരമായ ഒരു ഡിഷാണ്. ഓക്കെ, ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കിതൊന്ന് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. തോരനിവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഓക്കെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുമല്ലോ. വേറൊരു വീഡിയോ ആയി പെട്ടെന്ന് വരാം. അതുപോലെ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു സോ മച്ച്.